വാളകം കാവിലമ്മ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്രം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് ഐശ്വര്യ പൊങ്കാല അർപ്പിച്ചു ഭക്തജനങ്ങൾ. ഗതാഗത വകുപ്പ് മന്ത്രിയും ക്ഷേത്രം രക്ഷാധികാരിയുമായ കെ.ബി. ഗണേഷ് കുമാർ ഐശ്വര്യ പൊങ്കാല ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം തന്ത്രി കേശവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സുരേഷ് പോറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം പ്രസിഡന്റ് ശ്രീകുമാർ ബി, സെക്രട്ടറി ചന്ദ്രബാബു, ട്രഷറർ സുരേഷ് കുമാർ, മറ്റ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും നൂറുകണക്കിന് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കാവിലമ്മയുടെ തിരു ഉത്സവം പ്രമാണിച്ച് ഇന്ന് രാവിലെ പൊങ്കാലയാണ്. അനേക ഭക്തജനങ്ങൾ പൊങ്കാലയിടാൻ വേണ്ടി എത്തുന്നുണ്ട്. എല്ലാവർക്കും പൊങ്കാല ആശംസിക്കുന്നു. പൊങ്കാലയിൽ എല്ലാവർക്കും പ്രാർത്ഥനകൾ ദേവി കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ ഐശ്വര്യവും ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഉയർന്ന അവസ്ഥയും കാണുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. ഇന്ന് ഭക്തജനങ്ങളുടെ എണ്ണം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ പോലും ദേവിയെ ദർശിക്കുന്നതിനായി വരുന്നു. അതെല്ലാം ഒരു സന്തോഷമുള്ള കാര്യമാണ്. നല്ല നിലയിലുള്ള പൂജയും കർമ്മങ്ങളും എല്ലാം നടത്തുന്നതിൽ കമ്മിറ്റി നല്ല പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത്. അതുപോലെ നമ്മുടെ തിരുമേനി മേൽശാന്തിയും മറ്റും വളരെ ശുഷ്കാന്തിയോടുകൂടി വളരെ കൃത്യതയോടുകൂടി നടത്തുന്ന പൂജയും കാര്യങ്ങളും ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയും വളരെ ഐശ്വര്യപൂർവ്വമായി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരെയും അനുമോദിക്കുന്നു. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊങ്കാലയിടുന്നവരെയും അവർ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഫലസിദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാളകം രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി 150 പരം ദേവി ഭക്തരാണെന്ന് പൊങ്കാല ക്ഷേത്ര സമിതികൾ അർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭദ്രദീപം കൊളുത്തിയത് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആയിരുന്നു. അതിനുശേഷം ഭണ്ഡാര അടുപ്പിൽ നിന്നും അഗ്നി പകർന്ന് ദേവി ഭക്തർ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പൊങ്കാലയാണ്. എങ്ങനെയുണ്ട്? അതെ, നമ്മുടെ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ അവരുകളാണ് ഇന്നത്തെ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചത്. നല്ല പ്രാതിനിധ്യമാണ് ഇവിടെ ഉള്ളത്. ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടെ വാളകത്ത് സമീപത്തുമുള്ള മുഴുവൻ ഭക്തജനങ്ങളും ഒറ്റക്കെട്ടായി ക്ഷേത്രത്തിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ 150-ലധികം പൊങ്കാലയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യം തന്നെ ഈ പ്രാതിനിധ്യം തന്നെയാണ്. സ്ത്രീജനങ്ങളുടെ പ്രാതിനിധ്യം, ദേവിക്ക് മനസ്സ് അർപ്പിക്കുന്ന ചടങ്ങാണല്ലോ പൊങ്കാല. അപ്പോൾ നമ്മുടെ ജാതിമത ഭേദമന്യേ സാമ്പത്തിക വ്യത്യാസമില്ലാതെ ഭക്തജനങ്ങൾ ഇന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന ഒരു സാഹചര്യമുണ്ട്. അത് അഭിമാനത്തോടെയാണ് ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും ഇപ്പോൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമുക്ക് പുനരുദ്ധാരണത്തിന് ശേഷം ഏകദേശം 3-4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആ ഉത്സവം നമുക്ക് ആരംഭിച്ചത്. അപ്പോൾ വീണ്ടും നല്ല കരുത്തോടു കൂടിയാണ് ഈ ഉത്സവം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷൻ വളരെയധികം സന്തോഷത്തോടെയാണ് പറയുന്നത്. അതുപോലെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇന്ന് നടക്കുന്ന അന്നദാനത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ അത് ജസ്റ്റ് നമ്മൾ കമ്മിറ്റി ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ആവശ്യമായതിലധികം സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളും, ഒരു വ്യക്തി പോലും ഒരു കുടുംബവും പോലും മാറി നിൽക്കാതെ തനിക്കാവുന്ന തരത്തില് കാവിലമ്മയ്ക്ക് അർപ്പിക്കുന്ന ഒരു കാഴ്ച അത് ഭക്തജനങ്ങളായ ഞങ്ങൾക്കും അതുപോലെ ക്ഷേത്ര കമ്മിറ്റിക്കും വലിയ അത്ഭുതമായിരുന്നു. കാര്യം ആ ഒരു സമീപനം ഇന്നും രാവിലെയും ഭക്തജനങ്ങൾ ഇവിടെ അന്നദാനത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടും ഉൽപ്പന്നമായിട്ടും ഭക്തജനങ്ങൾ ഈ കാണിക്കുന്ന ഈ താല്പര്യം അത് ക്ഷേത്രത്തിനോട് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ഉത്സവ കമ്മിറ്റിയെയും ക്ഷേത്ര കമ്മിറ്റിയോട് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഇതിൽ നിന്ന് കാണുന്നത്. അതിൽ കമ്മിറ്റിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പൊങ്കാല നല്ല രീതിയിലാണ് നടക്കുന്നത്. ഉത്രം തിരുനാളിന്റെ ഏറ്റവും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്ര തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് നാളെ എത്ര മണിക്കാണ്? എന്തൊക്കെയാണ് അതിന്റെ ആഘോഷ പരിപാടികൾ? നാളെ വൈകിട്ട് 5 മണി മുതൽ ഘോഷയാത്ര ആരംഭിക്കും. അതിവിപുലമായ രീതിയിലാണ് പ്രാവശ്യത്തെ ഘോഷയാത്ര നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ബുക്ക് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ പല കരകളിൽ നിന്നും അവരുടെ ഹോട്ടൽ കൊണ്ടുവരുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തന്നെയാണ്. ഇതുപോലെ ഓരോ കരയ്ക്കും ഇപ്പം 2 കരയിൽ നിന്ന് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോട്ട്, കാള അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ വന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്ന് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഘോഷയാത്രയാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങി മരങ്ങാട്ടോണം
ശ്രീ ഗോശാല സ്വാമി ക്ഷേത്രത്തിൽ എത്തി അവിടെ സ്വീകരണം ഏറ്റുവാങ്ങി നമ്മൾ തിരിച്ച് ഇവിടെ എത്തുന്നതായിരിക്കും. ഗംഭീരമായ രീതിയിലുള്ള ഘോഷയാത്രയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. മാർച്ച് 1-ാം തീയതി മുതൽ തുടങ്ങി 5-ാം തീയതി അവസാനിക്കുന്ന വിപുലമായ ഉത്സവമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് പൊങ്കാല കഴിഞ്ഞ് അന്നദാനം, അത് കഴിഞ്ഞിട്ട് നാളത്തെ ഒരു പരിപാടിയോടുകൂടി, നാളെ ഒരു ദിവസത്തെ പരിപാടിയോടുകൂടി ഇവിടുത്തെ ഉത്സവം സമാപിക്കുകയാണ്. 5 ദിവസം ക്ഷേത്ര ഉത്സവം നല്ല രീതിയിൽ തന്നെയാണ് ഉത്സവ പരിപാടികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം ആദ്യത്തെ ഉത്സവമായ ഉത്രം തിരുനാൾ മഹോത്സവത്തിന് 150-ൽ പരം വനിതകളാണ് പൊങ്കാല അർപ്പിച്ചത്. ഉത്രം തിരുനാൾ മഹോത്സവം സമാപന ദിവസമായ 2026 മാർച്ച് 5-ന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കും. വൈകിട്ട് 4 മണി മുതൽ ഘോഷയാത്ര, രാത്രിയിൽ ഗാനമേള എന്നിവയോടുകൂടി ഉത്സവം സമാപിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്.